ഹായ്. സ്ട്രെസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വർക്കിംഗ് ഡേക്കുള്ളിൽ ഒരു 4 കപ്പിൽ മുകളിൽ കോഫി കുടിക്കുന്നവർ നമ്മുടെ ഇടയിൽ കാണും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അതിന് ഓൾട്ടർനേറ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു 3 to 4 അല്ലെങ്കിൽ 4 to 5 ടിപ്സാണ് ഞാനിന്ന് തരുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്രീൻ ടീ ആണ്. ഗ്രീൻ ടീക്കകത്ത് തിയനിൻ എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം ഉണ്ട്, ഒരു കോമ്പൗണ്ട് ഉണ്ട്. അതിനൊപ്പം തന്നെ ചെറിയ തോതിൽ കഫീനും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഫോക്കസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇത് ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇത് എടുക്കുന്നത് നല്ലതാണ് നമുക്ക് കേട്ടോ. അതുപോലെ തന്നെ രണ്ടാമത് അശ്വഗന്ധ എന്ന് പറയുന്നത് നമ്മുടെ ആൻസൈറ്റി ലെവലിനും അതുപോലെ സ്ട്രെസ് ലെവലിനും ഒക്കെ മാനേജ് ചെയ്യാനായിട്ട് ഇത് ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. മാനസികമായിട്ടുള്ളൊരു തളർച്ചയൊക്കെ വരാണെന്നുണ്ടെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 to 1 ടീസ്പൂൺ നമുക്ക് എടുക്കാം. ഡെയിലി വാം മിൽക്കിൽ നമുക്കിത് കലക്കിയിട്ട് നമുക്ക് ചേർത്തിട്ട് കുടിക്കാനായിട്ട് പറ്റും. അതാണ് രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത് വൈറ്റമിൻ ബി ആണ്. അതായത് ഇൻ കേസ് നമുക്ക് അകാരണമായിട്ടുള്ള ക്ഷീണം വരികയാണ്, നല്ലോണം ഉറങ്ങി എന്നാൽ എഴുന്നേറ്റാലും ഫുൾ ടൈം ക്ഷീണം വരികയാണെന്നുണ്ടെങ്കിൽ അതിന് മറ്റൊരു കാരണം എന്ന് പറയുന്നത് വൈറ്റമിൻ B12 അല്ലെങ്കിൽ B9 ഡെഫിഷ്യൻസീസ് ആയിരിക്കും. അപ്പോൾ അത് തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സപ്ലിമെൻറ്റ്സ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ലീഫി വെജിറ്റബിൾസ്, പയറുവർഗ്ഗങ്ങളെല്ലാം നമ്മുടെ ഡയറ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത് അത്രയും നല്ലതായിരിക്കും. ഇനി ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഹൈഡ്രേഷൻ ആണ്. ഹൈഡ്രേഷൻ എന്ന് പറയുമ്പോൾ പ്ലെയിൻ വാട്ടർ നമ്മൾ നന്നായിട്ട് കുടിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു മെത്തേഡ് ഉള്ളത്, അതായത് നമുക്ക് ഡീഹൈഡ്രേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫറ്റീഗ് വരും, തളർച്ച വരും. അപ്പോൾ ഡീഹൈഡ്രേഷൻ വരുമ്പോഴത്തേക്കും ഇലക്ട്രോലൈറ്റ് ലോസും നമ്മുടെ ബോഡിയിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. സോഡിയം, പൊട്ടാസ്യം, മാഗ്നീഷ്യം പോലെയുള്ള ഇലക്ട്രോലൈറ്റ്സ് നമ്മുടെ ബോഡിയിൽ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അത് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ ലെമൺ വാട്ടർ ഉണ്ടാക്കുക, പ്രിപ്പയർ ചെയ്യുക ലെമൺ വാട്ടർ. അതിനകത്ത് നമുക്ക് ഒരു പിഞ്ച് ഓഫ് പിങ്ക് സോൾട്ട് നമുക്ക് ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു എമൗണ്ടിൽ ജാഗരി നമുക്ക് ചേർക്കാം. അങ്ങനെ നമുക്ക് നമ്മുടെ ഇലക്ട്രോലൈറ്റിനെ റിസ്റ്റോർ ചെയ്യാനായിട്ട് ഇത് ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. അതല്ലാന്നുണ്ടെങ്കിൽ കോക്കനട്ട് വാട്ടർ ഉണ്ടല്ലോ, കോക്കനട്ട് വാട്ടറിൽ നമ്മൾ ഒരു ചെറിയൊരു ടീസ്പൂൺ ചിയ സീഡ് വാട്ടർ സോക്ക് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ കുടിക്കാം. അപ്പോൾ അതും ഒത്തിരി ഹെൽപ്ഫുള്ളാണ് നമുക്ക് ഈ ഫറ്റീഗ് അകറ്റി നിർത്താൻ വേണ്ടിയിട്ട്. ഇനി 5th സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മളൊന്ന് ക്ഷീണം തോന്നുന്ന സമയത്ത് നമ്മൾ എഴുന്നേറ്റ് ഒരു 5 മിനിറ്റ്സ് ഒന്ന് ബ്രിസ്ക് വാക്കിന് പോകുക, അല്ലെങ്കിൽ സ്റ്റെപ്സ് ക്ലൈംബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എനർജി ബൂസ്റ്റപ്പ് ആയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. അതുവരെ ബൈ.